ഹായ് എവരിവൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. ഇന്ന് നമ്മൾ NSC ജാസ് ക്ലാസ്സസിൽ നോക്കുന്നത് ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററാണ്. നമുക്കറിയാം ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഒളിമ്പ്യാഡ്സിൽ അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്കോളർഷിപ്പ് എക്സാംസിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഏരിയാസ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ നോക്കും. അതിൽ നിങ്ങൾ ഈ ഒരു ലെവലിൽ, നിങ്ങളുടെ ഒരു സ്കൂൾ ലെവലിൽ നിങ്ങൾ പഠിച്ചതിന് അപ്പുറത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ജസ്റ്റ് പോസ് ആൻഡ് ട്രൈ ടു ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എന്താണ് എക്സ്പ്ലനേഷൻ എന്നുള്ളത് പഠിച്ച് അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, ആ രൂപത്തിൽ വേണം നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം ഈസ് ദ റിസൾട്ട് ഓഫ്. ഫീനോടൈപ്പിനെ നമുക്ക് കുറിച്ച് അറിയാം അല്ലേ. എന്താണ് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ? രണ്ട് ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, സ്കൂളിൽ തന്നെ പഠിച്ച കാര്യമായിരിക്കും. ഫീനോടൈപ്പ് ആൻഡ് ഇതേപോലെ വേറൊരു ടൈപ്പും കൂടി ഉണ്ട്. എന്താണ്? ജീനോടൈപ്പ് അല്ലെ. ഫീനോടൈപ്പും ജീനോടൈപ്പും. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഓർഗാനിസം അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ടോൾ, അതിന് നമ്മൾ ടി അല്ലെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇങ്ങനെയൊക്കെ എഴുതുന്നതിനെയാണ്, അതിന്റെ ജെനറ്റിക്സ് എന്താണെന്ന് എഴുതുന്നതാണ് ജീനോടൈപ്പ്. റൈറ്റ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മേക്കപ്പ് അല്ലെ, ഫിസിക്കൽ അപ്പിയറൻസ്. അതാണ് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ. എന്തായിരിക്കും ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ? ഒന്നുകിൽ ടോൾ അല്ലെങ്കിൽ ഡ്വാർഫ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, അതായത് നമ്മൾ പുറത്ത് കാണുന്ന കാര്യങ്ങളാണ് ഫീനോടൈപ്പ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം ഇതാണ്, ഫീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം ഈസ് ദ റിസൾട്ട് ഓഫ്. എന്താണ് ഫീനോടൈപ്പ്? എന്തൊക്കെയായിരിക്കും അതിൻ്റെ, എന്തിൻ്റെയൊക്കെ റിസൾട്ട് ആയിട്ടാണ് വരുന്നത്? മ്യൂട്ടേഷൻ ആൻഡ് ലിങ്കേജസ്, സൈറ്റോപ്ലാസ്മിക് എഫക്ട് ആൻഡ് ന്യൂട്രീഷൻ, എൻവയോൺമെന്റൽ ചേഞ്ചസ് ആൻഡ് സെക്ഷൽ ഡൈമോർഫിസം, ജീനോടൈപ്പ് ആൻഡ് എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻ. നമുക്കറിയാം ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പുറത്ത് കാണുന്നത്. ഫോർ എക്സാമ്പിൾ ടോൾനെസ്, എത്ര ഉയർച്ച ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എത്ര ചെറുതാണ്, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻസിന്റെ കേസ് എടുക്കാം. ഫിനോടൈപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മുടെ സ്കിൻ കളർ. നമ്മുടെ സ്കിൻ എങ്ങനെയാണ്, നമ്മുടെ സ്കിന്നിന്റെ കളർ എന്താണ്? അത് ചിലപ്പം പിന്നെ എന്താ പറയുക, വൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി റെഡിഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്കിഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രൗണിഷ് ആയിരിക്കാം, ഇങ്ങനെ പലതും ഉണ്ടാവാം അല്ലേ. ഇതാണ് ഫിനോടൈപ്പ് അല്ലെ. നമ്മൾ പുറത്ത് കാണുമ്പോൾ എന്താണ് സ്കിൻ കളർ എന്ന് പറയുന്നതാണ് ഫിനോടൈപ്പ്. അപ്പോൾ ആ ഫിനോടൈപ്പ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കിൻ കളർ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മ്യൂട്ടേഷൻ ആൻഡ് ലിങ്കേജസ് മാത്രമാണോ, അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് എഫക്ട് ആൻഡ് ന്യൂട്രീഷൻ ആണോ, എൻവയോൺമെന്റൽ ചേഞ്ചസ് ആൻഡ് സെക്ഷൽ ഡൈമോർഫിസം ആണോ, അതോ ജീനോടൈപ്പ് ആൻഡ് എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻ ആണോ? നമുക്കറിയാം ജീനോടൈപ്പ് എന്തായാലും ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. ജീനോടൈപ്പ് എന്തായാലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ജെനറ്റിക് മേക്കപ്പ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കിൻ കളറിൽ ഒരുപാട് ജെനറ്റിക് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ്സ് ഉണ്ട്. എൻ്റെ സ്കിൻ കളർ എന്തുകൊണ്ട് ഇങ്ങനെയായി, നിങ്ങളുടേത് എന്തുകൊണ്ട് ഇങ്ങനെയായി, അതിനൊരു ജെനറ്റിക് ആൻസർ ഉണ്ട് അല്ലേ. ജെനറ്റിക് ആയിട്ട് അതിന് ഇന്ന കോഡിംഗ് ഒക്കെ ഉണ്ടാവും. അത് മാത്രമാണോ നമ്മുടെ സ്കിൻ കളർ ഡിറ്റർമിൻ ചെയ്യുന്നത്? അല്ല. നമ്മൾ എൻവയോൺമെന്റിൽ നമ്മൾ അങ്ങനെ പെരുമാറുന്നു, അതിനനുസരിച്ചും സ്കിന്നിന്റെ കളർ മാറും അല്ലേ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നന്നായി വെയിലത്ത് പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ, വെയിൽ കൊള്ളുന്ന ഒരാളാണെങ്കിൽ, അതിനനുസരിച്ച് നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്ന നിലക്ക് നമ്മുടെ സെൽസ് എന്ത് ചെയ്യും, കൂടുതൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കൂടുതൽ ഡാർക്കർ സ്കിന്നിലേക്ക് പോകും. അത് ജെനറ്റിക്സിൽ പറഞ്ഞ കാര്യം എത്രയാണോ അതിന് അതേ രൂപത്തിൽ തന്നെ നിൽക്കുക എന്നുള്ളതല്ല. കുറച്ച് ചേഞ്ചസ് എന്ത് ചെയ്യും, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കൊണ്ട് സംഭവിക്കും. ഇങ്ങനെയുള്ള പല കാരണം, ഏത് കാര്യം എടുത്ത് നോക്കിയാലും നമുക്ക് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സോ ജീനോടൈപ്പ് ആൻഡ് എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻ രണ്ടും അതിൽ ഫാക്ടറാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. ഈ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഫിനോടൈപ്പ് റെഫേഴ്സ് ടു ഒബ്സർവബിൾ ട്രൈറ്റ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗാനിസം such as height, eye color, behavior, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിനോടൈപ്പാണ്. ദീസ് ട്രൈറ്റ്സ് റിസൾട്ട് ഫ്രം ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഓർഗാനിസംസ്. ജീനോടൈപ്പ് ജെനറ്റിക് മേക്കപ്പും എൻവയോൺമെന്റ് ഇറ്റ് ലിവ്സ് ഇൻ അല്ലെ. നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെന്റും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജെനറ്റിക് വേരിയേഷൻ ഇൻ എ പോപ്പുലേഷൻ അറൈസ് ഡ്യൂ ടു. എങ്ങനെയാണ് ജെനറ്റിക് വേരിയേഷൻ സംഭവിക്കുന്നത്? നമുക്കറിയാം എന്തായാലും ഇവിടെ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുക? മ്യൂട്ടേഷൻസ് മാത്രമാണോ, റീകോമ്പിനേഷൻസോ മാത്രമാണോ, മ്യൂട്ടേഷൻസ് ആസ് വെൽ ആസ് റീകോമ്പിനേഷൻ ആണോ, റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ആൻഡ് സെലക്ഷൻ ആണോ? നമുക്കറിയാം എന്താണ് മ്യൂട്ടേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഡൻ ചേഞ്ച് അല്ലേ, പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസ് ഇൻ ദ ജെനറ്റിക് മേക്കപ്പ്, അതിനാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയാം. റീകോമ്പിനേഷൻ എന്ന് വെച്ചാൽ എന്താ? റീകോമ്പിനേഷൻ നമുക്കറിയാം നമ്മുടെ സെൽ ഡിവിഷന്റെ സമയത്ത്, മിയോസിസിന്റെ സമയത്ത് നടക്കുന്ന റീകോമ്പിനേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ രണ്ടും എന്ത് ചെയ്യും, ജെനറ്റിക് വേരിയേഷൻ അതെന്ത് ചെയ്യും, അതിന് പിന്നെ അനുഗുണമാകുന്ന രൂപത്തിൽ മ്യൂട്ടേഷൻസ് സംഭവിക്കും, റീകോമ്പിനേഷനും രണ്ടും അതിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ എന്താണ് മ്യൂട്ടേഷൻ? റാൻഡം ചേഞ്ചസ് in the DNA sequence. DNA സീക്വൻസിൽ വരുന്ന റാൻഡം ആയിട്ടുള്ള സഡൻ ചേഞ്ചസ് ആണ്. ദ ക്രിയേറ്റ് ന്യൂ അലീൽസ് അല്ലേ. പുതിയ അലീൽസ് ക്രിയേറ്റ് ചെയ്യും വിച്ച് ഇൻട്രൊഡ്യൂസ് നോവൽ ട്രൈറ്റ്സ്. അപ്പം
റാൻഡം ആയിട്ടുള്ള സഡൻ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയാം, മ്യൂട്ടേഷൻസ് എന്ന് പറയാം. റീകോമ്പിനേഷൻ നേരത്തെ പറഞ്ഞതുപോലെ മിയോസിസിന്റെ സമയത്ത് എസ്പെഷ്യലി ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ റീകോമ്പിനേഷൻ, അതായത് ക്രോസിംഗ് ഓവർ ആൻഡ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ക്രോസിംഗ് ഓവർ, ആ ചിത്രമൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ, ആ ക്രോസിംഗ് ഓവർ ഒക്കെ നടക്കും, എന്നിട്ട് ഒന്നിൻ്റെത് മറ്റേതിലേക്ക് പോകും. അതൊക്കെ നമ്മൾ ഓൾറെഡി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ക്രോസിംഗ് ഓവർ നടക്കും, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്യും. റീഷഫിൾസ് എക്സിസ്റ്റിംഗ് അലീൽസ്, ആ ഓൾറെഡി ഉള്ള അലീൽസിനൊക്കെ മൊത്തത്തിൽ റീഷഫിൾ ചെയ്യും, ക്രിയേറ്റിംഗ് ന്യൂ ജെനറ്റിക് കോമ്പിനേഷൻ. അപ്പം ഈ പറഞ്ഞ ക്രോസിംഗ് ഓവറിൻ്റെ സമയത്ത് പുതിയ പുതിയ തരത്തിലുള്ള കോമ്പിനേഷൻസ് ഉണ്ടാവും. അത് ഒരു കാരണം, വേരിയേഷൻ ഉണ്ടാവാനുള്ള കാരണം, പാരൻസിൽ നിന്നും കുട്ടികൾ ഡിഫറെൻ്റ് ആവാനുള്ള ഒരു കാരണം ഈ സെൽ ഡിവിഷൻ്റെ സമയത്ത്, മിയോസിസിൻ്റെ സമയത്തുള്ള ഈ ഡിഫറൻസ്. രണ്ടാമത്തത് സഡൻ ആയിട്ടുള്ള റാൻഡം ചേഞ്ചസ് ഇൻ ദ DNA മേക്കപ്പ് അല്ലെ, DNA സീക്വൻസിൽ ഉണ്ടാവുന്ന സഡൻ റാൻഡം ചേഞ്ചസ് കൊണ്ടും ഇങ്ങനെ മ്യൂട്ടേഷൻസ് കൊണ്ടും റീകോമ്പിനേഷൻസ് കൊണ്ടും എന്ത് സംഭവിക്കാം, വേരിയേഷൻസ് ക്യാൻ ഒക്കർ. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, F1 progeny of Mendelian dihybrid cross produce. F1 പ്രോജനിയാണ്, മെൻഡീലിയൻ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ? ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, പിന്നെ രണ്ട് ട്രേറ്റ്സ് നമ്മൾ ഒരുമിച്ചെടുക്കും അല്ലെ. 2 types of pollen grains, 4 genotypes of gametes, 2 types of egg, 4 types of pollens. നമുക്കറിയാം പിന്നെ 4 genotypes of gametes ആണ്. കാരണം നമുക്കറിയാം ഇവിടെ F1 അത് വീണ്ടും ക്രോസ് ചെയ്ത് അടുത്ത ഒരു പ്രോജനിയിലേക്ക് എത്തുമ്പോൾ 4 genotypes കിട്ടുന്നുണ്ട്. നമ്മളിത് ഓൾറെഡി ക്രോസ് ചെയ്ത കാര്യമാണ് അല്ലേ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡൈഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ട് ട്രേറ്റ്സ് നമ്മൾ എടുക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ യെല്ലോ റൗണ്ട് എന്നുള്ളത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോ ആൻഡ് റൗണ്ട്, അവിടെ രണ്ടും എന്താണ്, ഇവിടെ ഒന്നാമത്തതിൽ ആദ്യത്തെ ക്രോസിൽ രണ്ടും എന്താണ് ഡോമിനൻ്റ് ആണ്. രണ്ട് ട്രേറ്റ്സിൻ്റെയും രണ്ട് അലീൽസും ഡോമിനൻ്റ് ആണ്. ഇവിടെ രണ്ടും റെസസീവ് ആണ്. അവിടെ ഉണ്ടാവുന്നത് എന്തായിരിക്കും, ക്യാപിറ്റൽ Y സ്മോൾ y ക്യാപിറ്റൽ R സ്മോൾ r എന്നുള്ള ഒരു F1 ജനറേഷൻ ആയിരിക്കും. അതിൻ്റെ പ്രോജനീസ് നമ്മൾ അത് വീണ്ടും ക്രോസ് ചെയ്ത് അതിൻ്റെ പ്രോജനീസിലേക്ക് നമ്മൾ വരുമ്പോൾ 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോയിൽ 4 ടൈപ്പാണ് കിട്ടുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആൻസർ ഈസ് 4 genotypes of gametes അല്ലെ, 4 genotypes of gametes ആണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. റൈറ്റ്, ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, പിന്നെ ഒരു ഗാർഡൻ പീയിൽ സ്റ്റാർച്ച് ഈസ് സിന്തസൈസ്ഡ് എഫക്റ്റീവ്ലി ഇൻ. ഇത് കുറച്ചൊരു ഹയർ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർച്ച് എങ്ങനെയാണ് എഫക്റ്റീവ്ലി സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തത് ഹെട്രോസൈഗസ് റൗണ്ട് സീഡഡ് പ്ലാന്റ്, അതേപോലെ തന്നെ ഹോമോസൈഗസ് റൗണ്ട് സീഡഡ് പ്ലാന്റ്, റിങ്കിൾസ് സീഡഡ് പ്ലാന്റ്സ്, പ്യൂർ ആൻഡ് ഹൈബ്രിഡ് റൗണ്ട് സീഡഡ് പ്ലാന്റ്. നമുക്കറിയാം നമ്മുടെ ഈ ഗാർഡൻ പീയിൽ ഈ സീഡിൻ്റെ ഷേപ്പും അതേപോലെ തന്നെ സ്റ്റാർച്ച് സിന്തസിസും തമ്മിലൊരു ബന്ധമുണ്ട്. അതറിയെങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ്ലി നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് പോയി നേരെ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഹോമോസൈഗസ് റൗണ്ട് സീഡഡ് പ്ലാന്റ്സിലാണ് എന്തുകൊണ്ട് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ റൗണ്ട് സീഡഡ് പ്ലാന്റ് എന്ന് റൗണ്ടും റിങ്കിൾഡും ഉണ്ട്. ഓക്കെ, റൗണ്ട് എന്നുള്ളതാണ് ഡോമിനന്റ്, അതിനെ നമ്മൾ B എന്ന് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് സീഡഡ് പ്ലാന്റ് എന്തൊക്കെയാവാം, ക്യാപിറ്റൽ B ആവാം, ക്യാപിറ്റൽ B സ്മോൾ b ആവാം. ഇത് രണ്ടും റൗണ്ട് ആണ്, കാരണം എന്താ, B ആണ് ഡോമിനന്റ്. പിന്നെ റിങ്കിൾഡ് ആണ്, എന്തായിരിക്കും, സ്മോൾ b ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇൻ പീ പ്ലാന്റ്സ് ജീൻ കൺട്രോളിംഗ് ദ സ്റ്റാർച്ച് സിന്തസിസ് ഹാവ് 2 അലീൽസ്. ഈ പറഞ്ഞ B എഫക്റ്റീവ് സ്റ്റാർച്ച് സിന്തസിസ്, അതായത് 2 അലീൽസ് ഉണ്ട്, ക്യാപിറ്റൽ Bയും സ്മോൾ bയും. ഇതിൽ ഈ റൗണ്ട് സീഡ് ക്യാപിറ്റൽ Bക്ക് നല്ല എഫക്റ്റീവ് സ്റ്റാർച്ച് സിന്തസിസിനുള്ള കഴിവുണ്ട്. ക്യാപിറ്റൽ Bക്ക് എഫക്റ്റീവ് സ്റ്റാർച്ച് സിന്തസിന് കഴിവുണ്ട്, ആൻഡ് സ്മോൾ bക്ക് ലെസ് എഫിഷ്യൻറ്റ് സ്റ്റാർച്ച് സിന്തസിസ് ആണ്. ഓക്കെ, അപ്പം ഈ ക്യാപിറ്റൽ B ആണെങ്കിൽ നന്നായി സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അത് ക്യാപിറ്റൽ B എന്നുള്ളത് റൗണ്ടിനെ, റൗണ്ട് എന്ന് പറയുന്ന ഷേപ്പിനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ജീനാണ് പ്രൈമറിലി. അതുകൊണ്ട് തന്നെ ഒരു ക്യാപിറ്റൽ B ഉണ്ടെങ്കിൽ തന്നെ റൗണ്ട് ആവും. പക്ഷെ രണ്ടും ക്യാപിറ്റൽ B ആണെങ്കിലാണ് ഏറ്റവും നന്നായി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർച്ച് സിന്തസിസ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ നോക്കാം, ക്യാപിറ്റൽ B ഹോമോസൈഗോട്സ്. ഹോമോസൈഗോട്സ് എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാലോ അല്ലേ, അതായത് രണ്ടും ഒരേതാവുന്നതിനാണ് ഹോമോസൈഗസ് എന്ന് പറയാം. രണ്ടും ഡിഫറെന്റ് ആകുന്ന നമ്മൾ ഹെട്രോസൈഗസ് എന്ന് പറയും. ക്യാപിറ്റൽ B സ്മോൾ b ഒക്കെ ആണെങ്കിൽ ഹെട്രോസൈഗസ് എന്ന് പറയും. എനിവേ, ക്യാപിറ്റൽ B ഹോമോസൈഗോട്സിന് എന്താ സംഭവിക്കുക, ഹാവ് 2 copies ഓഫ് ദ B allele, അതായത് ക്യാപിറ്റൽ B allele, ആൻഡ് സിന്തസൈസ് സ്റ്റാർച്ച് എഫക്റ്റീവ്ലി റിസൾട്ടിങ് ഇൻ ലാർജ് സ്റ്റാർച്ച്
ഗ്രെയിൻസ് അല്ലേ, വലിയ സ്റ്റാർ ഗ്രെയിൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ക്യാപിറ്റൽ ബി ആയതുകൊണ്ട് തന്നെ റൗണ്ട് സീഡും ഉണ്ടാവും. ഇനി സ്മോൾ ബി അതും വീണ്ടും ഹോമോസൈഗസ് ആണ് അല്ലേ, ഒറ്റ ടൈപ്പേ ഉള്ളൂ സ്മോൾ ബി. Have 2 copies of small b allele and synthesize less starch അല്ലേ, ഒരു കുറച്ച് സ്റ്റാർച്ച് മാത്രമേ പ്രൊഡ്യൂസ് ഉള്ളൂ, പ്രൊഡ്യൂസിങ് സ്മോളർ സ്റ്റാർച്ച് ഗ്രെയിൻസ്. അപ്പം അത് ഒബ്വിയസ്ലി അത് സ്മോളർ സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇനി നമ്മൾ വരാൻ പോകുന്നത് ക്യാപിറ്റൽ ബി സ്മോൾ ബി ഹെറ്ററോസൈഗസ് കണ്ടീഷനാണ്. These plants have 1 copy of each allele. ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും ഉണ്ട്. They produce round seeds. കാരണം ക്യാപിറ്റൽ ബി ഡോമിനൻ്റ് ആണ് ആ ഷേപ്പിന്റെ വിഷയത്തിൽ. സോ അതെന്ത് ചെയ്യും, റൗണ്ട് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ബട്ട് വിത്ത് ഇന്റർമീഡിയറ്റ് സൈസ് സ്റ്റാർച്ച് ഗ്രൈൻസ്. അവിടെ സ്റ്റാർച്ച് ഗ്രൈൻസ് മറ്റേ ക്യാപിറ്റൽ ബി മാതിരി അത്ര വലുതായിരിക്കില്ല, ഇന്റർമീഡിയറ്റ് സൈസ്ഡ് ആയിരിക്കും. ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രൈൻസ് സിൻ ക്യാപിറ്റൽ ബി allele is dominant over the small b allele. The phenotype, അതായത് പുറത്ത് കാണുന്ന ആ ഒരു ഫിനോടൈപ്പ് എന്ന് പറയുന്നത് റൗണ്ട് സീഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഡോമിനന്റ് allele. Therefore only homozygous round seeded plant capital B synthesize starch effectively. അപ്പം ഏറ്റവും നന്നായി സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ബി ഹോമോസൈഗസ് കണ്ടീഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഹോമോസൈഗസ് റൗണ്ട് സീഡഡ് പ്ലാന്റ് എന്ന് പ്രത്യേകം പറയാൻ കാരണം. ഓക്കെ, അപ്പം ഇത് നമ്മൾ അതായത് ഒരു ട്രെയ്റ്റുമായി റിലേറ്റഡ് ആയിട്ട് അതിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് വേറൊരു കാര്യം ഉണ്ടാവുക, അതിനുള്ളൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ ഈ സീഡിൻ്റെ ഷേപ്പും സ്റ്റാർച്ച് സിന്തസിസും തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ഒന്ന് അറിയാത്തവർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വേർഡ്. When Mendel self-hybridized the F1 plants പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ Y സ്മോൾ y അല്ലേ, he found that dominant and recessive traits of one character are segregated in. അതായത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമ്മൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡോമിനൻറ്റും റെസസീവും പിന്നെ ക്യാരക്ടർ ഏത് റേഷ്യോയിലാണ് സെഗ്രിഗേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും ഒരു പിന്നെ എന്താ പറയുക നമ്മളെ കൊടുക്കാനുള്ളൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഇവിടെ ഒരു ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം ഈ ചോദ്യത്തിൽ പറഞ്ഞുള്ള ക്രോസ് ഇങ്ങനെയാണ് വരിക, ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ, ഹി ഫൗണ്ട് ദാറ്റ് ഡോമിനന്റ് ആൻഡ് റെസസീവ് ട്രേറ്റ്സ് ഓഫ് വൺ ക്യാരക്ടർ, ഒരു ക്യാരക്ടറിന്റെ മാത്രം ഡോമിനന്റ് ആൻഡ് റെസസീവ് ട്രേറ്റ് എങ്ങനെ ഏത് റേഷ്യോയിൽ എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ഒരു ക്യാരക്ടറിനെ മാത്രം ഡോമിനന്റ് ആൻഡ് റെസസീവ് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിന്റെ, അതായത് ഇതിന്റെ മൊത്തം ക്രോസ് ചെയ്താൽ നമുക്ക് ഡൈ ഹൈബ്രിഡുള്ള ഏതൊക്കെ ലെവലിൽ നിന്നാണ് കിട്ടുക. പക്ഷെ ഒന്ന് മാത്രം എടുത്തിട്ട് നമ്മൾ ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഒരു ക്യാരക്ടറിന്റെ റേഷ്യോ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അത് എത്രയായിരിക്കും, അത് 3:1 ആയിരിക്കും. എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ, കാരണം ഇത് ആ നിലക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് എടുക്കാം. അതായത് സെൽഫ് ഹൈബ്രിഡൈസ് ദ F1 ഡൈ ഹൈബ്രിഡ് പ്ലാന്റ്സ് അല്ലേ, അതിൽ നമുക്ക് 6 എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ആർ റൗണ്ട് ആണ് ഡോമിനൻ്റ് ആണ്, സ്മോൾ ആർ റിങ്കിൾഡ് ആണ് റെസസീവ് ആണ്, ക്യാപിറ്റൽ Y യെല്ലോ ആണ് ഡോമിനൻ്റ് ആണ്, സ്മോൾ y ഗ്രീൻ ആണ് റെസസീവ് ആണ്. നമ്മൾ മനസ്സിലാക്കി. He observed the independent assortment of the 2 traits. 2 traitsന്റെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഫീനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1 എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ചോദിച്ച ചോദ്യം അതല്ല. ഇഫ് ഡോമിനന്റ് ആൻഡ് റെസസീവ് ട്രേറ്റ് ഓഫ് വൺ ക്യാരക്ടർ, ഇതാണ് പ്രത്യേകം ആ ഒരു ചോദ്യത്തിലുള്ള ട്രിക്ക് ഇവിടെയാണ്. വൺ ക്യാരക്ടർ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെഗ്രിഗേറ്റഡ്, സോ വി ഫോക്കസ് ഓൺ ജസ്റ്റ് വൺ ക്യാരക്ടർ, ഒറ്റൊന്നിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സീഡ് ഷേപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ സീഡ് കളറിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. ദിസ് ബിക്കംസ് എ മോണോഹൈബ്രിഡ് അനാലിസിസ്. അപ്പോൾ പിന്നെ നമ്മൾ മോണോഹൈബ്രിഡ് അനാലിസിസ് ആണ് നടത്തുന്നത്. ആൻഡ് ദ സെഗ്രിഗേഷൻ റേഷ്യോ ഓഫ് ഡോമിനന്റ് ടു റെസസീവ് ഈസ് 3:1. കാരണം ഒരു ക്യാരക്ടർ മാത്രം എടുത്താൽ എത്ര റൗണ്ട് എത്ര റിങ്കിൾഡ് എന്നുള്ളതായിരിക്കും നമ്മൾ പിന്നെ നോക്കുക. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ചെയ്യുന്ന എന്താ, ഒരു മോണോഹൈബ്രിഡ് ക്രോസ് മാതിരിയുള്ള ക്രോസ് ആണ് ചെയ്യുക. മോണോഹൈബ്രിഡ് ക്രോസ് ചെയ്താലുള്ള F1 ജനറേഷൻ്റെ പിന്നെ റേഷ്യോ എത്രയാണ്, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് 3:1 ആണ് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുക, ക്യാപിറ്റൽ ഇപ്പോൾ സീഡ് ഷേപ്പാണ് എടുക്കുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അപ്പം 6 ഉണ്ടാവും, 6 ഉണ്ടാവും അല്ലേ. ഇങ്ങനെയാണ് അതിൻ്റെ ക്രോസ് വരിക. അപ്പം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ക്രോസ് വരിക അല്ലേ, പുനർ സ്ക്വയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഫിനോടൈപ്പാണ് നമ്മൾ നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ക്യാപിറ്റൽ ആർ ഉള്ള 3 അല്ലേ, സ്മോൾ ആർ ഉള്ള
പിന്നെ റൗണ്ട് ഉള്ള 3 അതേപോലെ തന്നെ റിങ്കിൾഡ് ഉള്ള 1 3:1 നമ്മൾ ഓൾറെഡി ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരു ക്രോസ് ആണ്. അപ്പൊ അങ്ങനെ അതായത് ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ 1 ക്യാരക്ടർ എന്നുള്ള ആ ചോദ്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ആൻസറിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചോദ്യത്തിൽ അങ്ങനെ എത്ര ക്യാരക്ടറാണ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞത്. ശരിക്കും നമ്മളോട് ആ ചോദ്യം കണ്ടാൽ നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഡൈഹൈബ്രിഡ് ക്രോസ് വന്നിട്ട് 9:3:3:1 എന്നുള്ള ആൻസർ എവിടെയായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവും. പക്ഷേ ഈ 1 ക്യാരക്ടർ മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ശരിക്കും മോണോഹൈബ്രിഡ് ക്രോസ് ആണ് ശരിക്കും ചെയ്താലാണ് നമുക്കതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുക. സോ 3:1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി what will be possible blood group in children from parents with B and AB blood groups? ഇത് നമുക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പിന്നെ ക്രോസിങ് എങ്ങനെയാണെന്ന് അറിയുന്നവർക്കാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. നമുക്കതൊന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ എനിവേ ഇതിൻ്റെ ആൻസറിലേക്ക് പോയി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ആൻസർ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നമുക്കത് പഠിക്കാം. ഓക്കെ, എങ്ങനെയാണ് ഒരു പാരന്റിന് B ആണ്, മറ്റേതിന് AB ബ്ലഡ് ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് വരാൻ സാധ്യതയുള്ളത്? പിന്നെ ആൻസർ ഏതായിരിക്കും? ആൻസർ AB എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ബ്ലഡ് ഗ്രൂപ്പിനും എങ്ങനെയാണ് അതിൻ്റെ ഒരു ജനറ്റിക് മേക്കപ്പ് ഉണ്ടാവുക. എ ബ്ലഡ് ഗ്രൂപ്പ് 2 രൂപത്തിലാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിന് എഴുതുക എന്താ വെച്ചാൽ ഇങ്ങനെ IA IB ഇങ്ങനെയായിട്ടാണ് എഴുതുക. ഇതാണ് അതിൻ്റെ പിന്നെ അങ്ങനെയാണ് അതിൻ്റെ ജനറ്റിക് മേക്കപ്പ് എഴുതുക. ഓക്കെ, അതേപോലെ തന്നെ I ഉണ്ടാവും, സ്മോൾ I ഉണ്ടാവും. അത് O ബ്ലഡ് ഗ്രൂപ്പിന് ഒന്ന്, അതായത് ഈ ആൻറ്റിജൻ ഏതാണ് ബ്ലഡിലുള്ള ആൻറ്റിജൻ അല്ലെ പിന്നെ RBCയിലുള്ള ആൻറ്റിജൻ ഏത് എന്നുള്ളതാണ് അതിൽ വരുന്നത്. A ആൻറ്റിജൻ ആണെങ്കിൽ നമ്മൾ IA എന്ന് എഴുതും, B ആൻറ്റിജൻ ആണെങ്കിൽ IB എന്ന് എഴുതും, ഒരു ആൻറ്റിജനും ഇല്ലെങ്കിൽ സ്മോൾ I നമ്മൾ എഴുതും. അതുകൊണ്ട് അങ്ങനെയാണ് ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി A ബ്ലഡ് ഗ്രൂപ്പിന് ഒന്നുകിൽ IA ആവാം, IA ആവാം, അല്ലെങ്കിൽ IA സ്മോൾ I ആവാം. ഇതാണ് ഏതിൻ്റെത്? എ ബ്ലഡ് ഗ്രൂപ്പിൻ്റെത് ഇങ്ങനെയാണ് വരിക. B ബ്ലഡ് ഗ്രൂപ്പിൻ്റെത് IB അതേപോലെ തന്നെ IB I. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ AB എന്നൊക്കെ പറയുന്നത് ഡോമിനൻ്റ് ആണ്. ഓക്കെ, ഇനി AB ബ്ലഡ് ഗ്രൂപ്പിൻ്റെത് ഏതൊക്കെയായിരിക്കും വരിക? IA IB ഇത് മാത്രമാണ് എനിക്കും വരിക അല്ലേ. IA IB രണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ AB എന്ന് വരും. ഇനി O ബ്ലഡ് ഗ്രൂപ്പിന്റെ വരികയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? സ്മോൾ I ഇങ്ങനെയുള്ളതായിരിക്കും വരിക. ഇതാണ് ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡിഫറെൻറ്റ് ജീനോടൈപ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു പാരന്റ് ആരാണ്? B ബ്ലഡ് ഗ്രൂപ്പാണ്, രണ്ടാമത്തത് AB ആണ് അല്ലേ. അങ്ങനെ തന്നെ അല്ലേ, B ബ്ലഡ് ഗ്രൂപ്പും AB ബ്ലഡ് ഗ്രൂപ്പുമാണ് ഉള്ളത്. അപ്പം ഇതിൽ നമ്മൾ നോക്കിയാൽ മതി ഏതൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പാരന്റ് IB ക്രോസ്ഡ് വിത്ത് IA IB ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ജീനോടൈപ്പ് അറിയില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ക്രോസ് എങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്? IB ക്രോസ്ഡ് വിത്ത് IA IB. കാരണം ഇതും എന്താണ്? IB യും എന്താണ്? B ബ്ലഡ് ഗ്രൂപ്പാണ്. ഇനി നമ്മൾ ക്രോസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ B മാത്രമാണ് വരുന്നത്. അപ്പം IB IA എന്ന് വെച്ചാൽ AB ബ്ലഡ് ഗ്രൂപ്പാണ് ഇത് വരിക. അതേപോലെ തന്നെ IB വരാനും ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം B ബ്ലഡ് ഗ്രൂപ്പ് AB യും B യും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞില്ല, കാരണം ഇങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? IA IB അല്ലേ, IA IB ആവാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു AB ബ്ലഡ് ഗ്രൂപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി IB ആവാൻ ചാൻസ് ഉണ്ട്. IB അതെന്താണ്? B ബ്ലഡ് ഗ്രൂപ്പ്. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാ ഈ സ്മോൾ I ഉണ്ട് അല്ലേ, IA സ്മോൾ I ആവാൻ ചാൻസ് ഉണ്ട്. സോ A ബ്ലഡ് ഗ്രൂപ്പ്. അതേപോലെ തന്നെ IB സ്മോൾ I ആവാൻ ചാൻസ് ഉണ്ട്. സോ B ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ടോട്ടൽ നമ്മൾ റിസൾട്ട് മൊത്തം നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്? AB ആവാൻ ചാൻസ് ഉണ്ട്, B ആവാൻ ചാൻസ് ഉണ്ട്, A ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് AB AB റൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോന്നിനും ഉള്ള ജീനോടൈപ്സ് ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ ക്രോസ് ചെയ്യാം. 2 തരത്തിലുള്ള ക്രോസിംഗ് ആണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഇത്രയും റിസൾട്ടുകൾക്ക് സാധ്യതയുണ്ട്. അതിൽ A ആവാം, B ആവാം, AB ആവാം.
മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇനി നമ്മളത് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ, അതായത് രണ്ട് പാരന്റ് പരസ്പരം ക്രോസ് ചെയ്യുമ്പം ഏതൊക്കെ രൂപത്തിലാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ. രണ്ട് പാരന്റും എ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒ ആയിരിക്കും. ഐ പിന്നെ എയും ബിയും ഇല്ലാത്ത വെറും സ്മോൾ ഐ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എയും ബിയും ആവാൻ ആണ് രണ്ട് പാരൻസ് എങ്കിൽ എയും ബിയും എ ബിയും ഒയും ആവാൻ ചാൻസ് ഉണ്ട്. എയും എ ബിയും ആണെങ്കിൽ എയും ബിയും എ ബിയും ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇപ്പം ചെയ്തതാണല്ലേ. ഓക്കെ, ഇനി ഇപ്പം ചെയ്തത് ബിയും എ ബിയും ആണ്. അപ്പോൾ എയും ബിയും എ ബിയും ആവാൻ ചാൻസ് ഉണ്ട്. ബിയും ബിയും ആണെങ്കിൽ ബിയും ഒയും ആവാൻ ചാൻസ് ഉണ്ട്. എയും ഒയും ആണെന്നുണ്ടെങ്കിൽ എയും ഒയും തന്നെ ആവാനാണ് ചാൻസ്. അതേപോലെ തന്നെ ബിയും ഒയും ആണെന്നുണ്ടെങ്കിൽ ബിയും ഒയും തന്നെ ചാൻസ് ഉള്ളൂ. എ ബിയും ആണെങ്കിൽ എയും ബിയും എ ബിയും ആവാൻ ചാൻസ് ഉണ്ട്, ഒ ആവാൻ ചാൻസ് ഇല്ല. എ ബിയും ഒയും ആണെന്നുണ്ടെങ്കിൽ എയും ബിയും മാത്രമേ ചാൻസ് ഉള്ളൂ. അതേപോലെ തന്നെ ഒയും ആണെങ്കിൽ എന്തായാലും ഒ തന്നെ ആയിരിക്കും. അത് നമ്മൾ മൊത്തത്തിൽ ക്രോസ് ചെയ്യുന്നതിന് പകരം ഒന്ന് ജസ്റ്റ് ഒരു ചാർട്ടാക്കി തന്നത് മാത്രം. നമുക്ക് പിന്നെ ക്രോസ് ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ജെനറ്റിക്സിലുള്ള ഒരു അറിവ് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, പിന്നെ പിങ്ക് ഫ്ലവേർഡ് ആന്റിറൈനിയം പ്ലാന്റ് ഈസ് ടെസ്റ്റ് ക്രോസ്ഡ്. നമുക്കറിയാം ഈ പിങ്ക് ഫ്ലവേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ എന്താണ് വരുന്നത്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഡോമിനൻസ് അല്ലേ. ഒരു കൃത്യമായി വൈറ്റ് ഓർ പിന്നെ റെഡ് എന്നുള്ളതിന് പകരം പിന്നെ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ പിങ്ക് കളർ വരുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഫിനോട്ടിപ്പിക് റേഷ്യോ ഈസ് ഇൻ റിസൾട്ടിംഗ് പ്രോജനീസ് ഈസ് 1 red is to 1 white, 3 red is to 1 white, 2 pink is to 1 white, 1 pink is to 1 white. നമുക്ക് നോക്കാം. അത് ആൻസറിലേക്ക് ഡയറക്റ്റ് നമുക്ക് പോയേക്കാം. പിന്നെ പിങ്ക് ഫ്ലവേർഡ് ആന്റിറൈനം എന്ന് വെച്ചാൽ പിങ്ക് ഫ്ലവേർഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? പിങ്ക് എന്ന് പറഞ്ഞാൽ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയിരിക്കും അല്ലേ. പിന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, അല്ലെങ്കിൽ നമുക്ക് ഏത് പിന്നെ ഇത് വേണമെങ്കിൽ എടുക്കാം. നമ്മളിപ്പോൾ റെഡ് എന്നുള്ളത് കൊണ്ട് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് എടുക്കുന്നു. ഈസ് ക്രോസ്ഡ് വിത്ത് ഏതാണ്? പിങ്ക് ഫ്ലവേർഡ് ആന്റിറൈനം പ്ലാന്റ് ഈസ് ടെസ്റ്റ് ക്രോസ് അല്ലേ, ടെസ്റ്റ് ക്രോസ്. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്കറിയാം. ടെസ്റ്റ് ക്രോസ് എന്നുള്ളിടത്താണ് നമ്മൾ ഈ ഒരു വൈറ്റ് അല്ലെ സ്മോൾ ആർ എന്ന് പറയുന്ന ആ ഒരു ക്രോസ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സ്മോൾ ആർ എന്നുള്ളതാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റെസസീവ് ആയിട്ട് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് വരിക. ഓക്കെ, റെസസീവ് ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള. അപ്പോൾ ഏതൊക്കെ വരാം? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, സ്മോൾ ആർ സ്മോൾ ആർ. അപ്പോൾ എന്താ? ക്യാപിറ്റൽ ആർ 2 എണ്ണം, സ്മോൾ ആർ 2 എണ്ണം, 2:2, ദാറ്റ് ഈസ് 1:1 റേഷ്യോ, റൈറ്റ്. അപ്പോൾ ഏതായിരിക്കും? 1 pink and 1 white ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? അതാണ് ഈ ഒരു ക്രോസിൽ നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, യെസ്. ഇനി ജീൻ ഷോയിങ് കോഡോമിനൻസ് ഹാസ്, കോഡോമിനൻസ് കാണിക്കുന്ന ജീനിൽ ബോത്ത് അലീൽസ് ഇൻഡിപെൻഡന്റ്ലി എക്സ്പ്രസ്ഡ് ഇൻ ദ ഹെട്രോസൈഗോട്ട്, അലീൽ ഡോമിനന്റ് ഓൺ ദി അതർ, alleles tightly link on the same chromosome. അത് ലിങ്കേജ് ആണ് അല്ലേ. alleles that are recessive to each other. നമുക്ക് എന്തായാലും വളരെ സിമ്പിൾ ആൻസർ ആണ്. കോഡോമിനൻസ് പറഞ്ഞാൽ രണ്ടും ഇൻഡിപെൻഡന്റ്ലി എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. കോഡോമിനൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് where both alleles of a gene are fully and equally expressed in the heterozygous condition. അത് ഫുള്ളി ആൻഡ് ഈക്വലി എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. എക്സാമ്പിൾ ആണ് ഹ്യൂമൻസിലാണെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പിൽ അല്ലെ, AB ബ്ലഡ് ഗ്രൂപ്പിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? IA IB. ഇത് രണ്ടും ഈക്വലി എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് എയും AB എന്ന് പറയുന്ന 2 ആന്റിജൻ ഉള്ള രൂപത്തിലാണ് വരുന്നത് അല്ലേ. Individuals with IAIB genotype express both A and B antigens on the red blood cells. ഇപ്പോൾ പറഞ്ഞതാണ് അല്ലേ. ഒന്നും ഡോമിനന്റും അല്ല റെസസീവും അല്ല, രണ്ടും ഈക്വലി എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി അടുത്തത്, which Mendelian idea is depicted by a cross in which the F1 generation resembles both the parents. രണ്ട് പാരൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? F1 ജനറേഷൻ റിസംബിൾ ചെയ്യുന്നുണ്ട്. അത് ഏത് മെന്റലിയൻ ഐഡിയ ആണ്? ലോ ഓഫ് ഡോമിനൻസ്, ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ, കോഡോമിനൻസ്, പിന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. നമുക്കറിയാം കോഡോമിനൻസ് ആണ് രണ്ടും എന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ dominant trait is completely expressed in F1 generation. Phenotype and genotypic ratio are different
two dominant alleles are needed to express the complete dominant trait. Yes, if one individuals have equal traits both of both parents. നമുക്കറിയാം ടു ഡോമിനന്റ് അലീൽസ്, രണ്ട് അലീൽസ് ഡോമിനന്റ് അലീൽസ് ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആവുള്ളൂ അല്ലേ. അതിനുള്ള എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ എടുക്കാം അല്ലേ. ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിൽ മാത്രമേ റെഡ് ആവുള്ളൂ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണെങ്കിൽ അവിടെ പിങ്ക് ആവുകയാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, റൈറ്റ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, അവിടെ രണ്ട് ഡോമിനന്റ് ട്രേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സെന്റൻസ് കൃത്യമായിട്ട് മാത്രം ടു ഡോമിനന്റ് അലീൽസ് ക്യാപിറ്റൽ ആർ രണ്ട് ഡോമിനന്റ് അലീൽസ് ആ നീഡഡ് ടു എക്സ്പ്രസ് ദ കംപ്ലീറ്റ് ഡോമിനന്റ് ട്രേറ്റ്. രണ്ട് ഡോമിനന്റ് ട്രേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, രണ്ട് ഡോമിനന്റ് അലീൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കംപ്ലീറ്റ്ലി അത് ട്രേറ്റ് അതേപോലെ എക്സ്പ്രസ് ചെയ്യപ്പെടുള്ളൂ. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽസ് ഹാവിംഗ് ഹോമോമോർഫിക് സെക്സ് ക്രോമസോംസ്. ഹോമോമോർഫിക് എന്ന് വെച്ചാൽ ഹോമോ എന്ന് വെച്ചാൽ സെയിം അല്ലേ, ഹോമോമോർഫിക് സെയിം സ്ട്രക്ചർ, ഒരേപോലെയുള്ള പിന്നെ സെക്സ് ക്രോമസോംസ്. അപ്പം തന്നെ നമുക്കിപ്പോൾ ഹ്യൂമൻസിനെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരേപോലെയുള്ള സെക്സ് ക്രോമസോംസ് ഏതാ, ഓക്കെ, സെക്സ് ക്രോമസോംസ് ആയിട്ട് എക്സും വൈയും ആണുള്ളത് അല്ലേ. അത് ഒരേപോലെ ഉള്ളത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എക്സ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഫീമെയിൽസ് ആയിരിക്കും അല്ലേ. ഓൺലി വൺ ഗാമേറ്റ് ഇൻ ദ കംപ്ലീറ്റ് ലൈഫ് സ്പാൻ, വൺ ടൈപ്പ് ഓഫ് ഗാമേറ്റ്, നോ ഗാമേറ്റ്, ടു ടൈപ്പ് ഓഫ് ഗാമേറ്റ്. നമുക്കറിയാം ഫീമെയിൽസിന് ഈ ഗാമേറ്റിൽ ഈ സെക്സ് ക്രോമസോംസ് എന്തേ വരുത്തിക്കാൻ പറ്റുള്ളൂ, വൺ ടൈപ്പേ വരുള്ളൂ. കാരണം എക്സ് വൈ ആണെങ്കിൽ, നമ്മുടെ മെയിൽസ് ആണെങ്കിൽ അതിന് എക്സും ആവാം വൈയും ആവാം ഗാമേറ്റിൽ. പക്ഷേ എക്സ് ആണെങ്കിൽ എന്തേ പറ്റുള്ളൂ, അതിന് എക്സ് മാത്രമേ ഗാമേറ്റിൽ വരുത്തിക്കാൻ പറ്റുള്ളൂ, വൈ ഇല്ലല്ലോ, ഹോമോമോർഫിക് ആയതുകൊണ്ട് അല്ലേ. വൺ ടൈപ്പ് ഓഫ് ഗാമേറ്റ് ആയിരിക്കും അല്ലേ. Homomorphic sex chromosomes are morphologically identical, meaning both the sex chromosomes look the same. XX പോലെ അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, റൈറ്റ്. ജെനറ്റിക് ഡ്രിഫ്റ്റ് occurs due to, ജെനറ്റിക് ഡ്രിഫ്റ്റ് എപ്പോഴാണ്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, നാച്ചുറൽ സെലക്ഷൻ കൊണ്ടാണോ, അല്ല. സഡൻ പോപ്പുലേഷൻ മൈഗ്രേഷൻ, കണ്ടിന്യൂസ് ജീൻ മൈഗ്രേഷൻ, മ്യൂട്ടേഷൻ. പെട്ടെന്ന് പോപ്പുലേഷൻ മൈഗ്രേഷൻ ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ജെനറ്റിക് ഡ്രിഫ്റ്റ് സംഭവിക്കുക അല്ലേ. ജെനറ്റിക് ഡ്രിഫ്റ്റ് ഈസ് എ റാൻഡം ചേഞ്ച് ഇൻ അലീൽ ഫ്രീക്വൻസീസ് വിത്തിൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ്റെ അകത്ത് ഉള്ള റാൻഡം ചേഞ്ച് ഇൻ അലീൽ ഫ്രീക്വൻസീസ് ആണ് ജെനറ്റിക് ഡ്രിഫ്റ്റ്. പ്രൈമർലി കോസ്ഡ് ബൈ ചാൻസ് ഇവൻറ്റ്സ് ആൻഡ് സഡൻ മൈഗ്രേഷൻ ഓഫ് സ്മോൾ ഗ്രൂപ്പ് can significantly alter the allele frequencies of the new. ചാൻസ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും പിന്നെ എന്താ പറയുക, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ അങ്ങനെയുള്ള ഈവൻറ്റ്സ് കാരണം ജെനറ്റിക് ഡ്രിഫ്റ്റ് സംഭവിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരിക അല്ലേ, എന്തെങ്കിലും പെട്ടെന്നുള്ള കാരണങ്ങൾ കൊണ്ട് മൈഗ്രേഷൻ സംഭവിക്കുക. ഇത് രണ്ടും ജെനറ്റിക് ഡ്രിഫ്റ്റിന് കാരണമാവും. Which one of the following statement is not true? ട്രൂ അല്ലാത്തത്, ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ്. പെൻഗ്വിൻസിന്റെ ഫ്ലിപ്പേഴ്സും ഡോൾഫിൻസിന്റെ ഫ്ലിപ്പേഴ്സും രണ്ടും ഒരേപോലെ ഉണ്ടാവും കാണാൻ, ശരിയാണ്. പെയർ ഓഫ് ഹോമലോഗസ് ഓർഗൻസ്. ഹോമലോഗസ് ആണോ, ഹോമലോഗസ് ആണ് എന്താ, ഒരേ ഒറിജിൻ പക്ഷെ ഡിഫറെൻ്റ് ആയി, അങ്ങനെയാണോ? പെൻഗ്വിൻസും ഡോൾഫിനും ഒരേ ഒറിജിൻ ആയിട്ട് ഡിഫറെൻ്റ് ആയതാണോ? അല്ല, ഡിഫറെൻ്റ് ഒറിജിൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരേ അവസ്ഥയിലേക്ക് എത്തിയതാണ് അല്ലേ, അതല്ല, ഹോമലോഗസ് അല്ല. അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ റിസൾട്ട് ഓഫ് കൺവേർജന്റ് എവല്യൂഷൻ. എന്താണ് ഈ കൺവേർജന്റ് എവല്യൂഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞ ഹോമലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ സെയിം ആയിരിക്കും, പക്ഷേ അത് പിന്നെ പല രൂപത്തിൽ പല എൻവയോൺമെന്റിൽ അതെന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ട് മാറും. അതിനുള്ള എക്സാമ്പിളാണ് നമ്മൾ ഈ ഫോർ ലിംസ് പറയുന്നത് അല്ലേ. ഡോൾഫിൻ്റെയും നമ്മുടെയും ബാറ്റിൻ്റെ ഒക്കെ ഫോർ ലിംസ് ഒരേ ഒറിജിനാണ്, പക്ഷെ ഇപ്പം ബാറ്റ് അത് ഉപയോഗിക്കുന്നത് പറക്കാനാണ്. പിന്നെ നമ്മുടെ പല ഈ ബ്ലൂ വെയിൽ അല്ലേ, ഡോൾഫിൻ അല്ല, ബ്ലൂ വെയിലൊക്കെ അത് വേറെ കാര്യം, പിന്നെ അതിന് സ്വിം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കൈയും കാലുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഡൈവേർജൻ്റ് ആയിപ്പോയി അല്ലേ, എന്നാൽ വേറെ ചിലതുണ്ട്, അതെന്താ വെച്ചാൽ ഡിഫറെൻറ്റ് ഒറിജിൻ ആയിരിക്കും, പക്ഷേ അതിപ്പം ഒരേ ഫങ്ഷൻ ആയിരിക്കും. അതിനാണ് നമ്മൾ കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ പൊതുവെ പറയാറുള്ള ബാറ്റിൻ്റെയും അതുപോലെ തന്നെ പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മുടെ മറ്റ് മോസ്കിറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതിൻ്റെയും ചിറകുകൾ രണ്ടും പറക്കാനാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒറിജിൻ ഒരേ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ കൺവേർജൻ്റ് എവല്യൂഷൻ. കൺവേർജ് ചെയ്യുന്നുണ്ടോ, മറ്റേത് ഡൈവേർജൻ്റ് എവല്യൂഷൻ. അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ റിസൾട്ട് ഓഫ് കൺവേർജൻ്റ് എവല്യൂഷൻ. ശരിയല്ലേ? അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ഒറിജിൻ ആണ്, പക്ഷെ കൺവേർജ് ചെയ്തിട്ട് ഒരേ ഫംഗ്ഷൻ ചെയ്യുന്നു, അതാണ് അനലോഗസ്. അത് ശരിയാണ്. സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അനാലജി. ശരിയാണ്. സ്വീറ്റ് പൊട്ടാറ്റോ നമ്മൾ അതേപോലെ പേരിടാൻ തന്നെ കാരണം ഒരേപോലെ കാണുന്നുണ്ട്, പക്ഷെ അത് ഡിഫറെൻ്റ് ഒറിജിനാണ്.
ഒരേ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരേ രൂപത്തിൽ ഇപ്പം നമ്മൾ കാണാൻ. ഹോമോലോഗ് ഇൻഡിക്കേറ്റ്സ് കോമൺ ആൻസസ്ട്രി. യെസ്, ഹോമോലോഗി പറയുന്നത് എന്താ, ഒരു കോമൺ ആൻസസ്റ്റർ എന്ന് പിന്നെ അത് ഡൈവേർജൻ്റ് ആയി പോയി. അതും ശരിയാണ്. അപ്പം ഇതും ശരിയാണ്, ഇതും ശരിയാണ്, ഇതും ശരിയാണ്. ചോദിച്ചത് തെറ്റേതാണെന്നുള്ളതാണ്. അപ്പം ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ്, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. ഒരിക്കലും എന്തല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ ഹോമോലോഗസ് ഓർഗൻസ് അല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. യെസ്, എംബ്രിയോളജിക്കൽ സപ്പോർട്ട് ഓഫ് ഫോർ എവല്യൂഷൻ വാസ് പ്രപ്പോസ്. എംബ്രിയോളജിക്കലി ഉള്ള ഡെവലപ്മെന്റ് പോലെയാണ് പിന്നെ ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റ് ഫൈലോജനി പിന്നെ ഓണ്ടോളജി അല്ലേ, അത് രണ്ടും ഒരേപോലെയാണെന്ന് പറഞ്ഞത് ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ആ ഒരു പേര് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, എംബ്രിയോളജിക്കൽ സപ്പോർട്ട് ഫോർ എവല്യൂഷൻ. ഇൻ ഓസ്ട്രേലിയ മാർസുപ്പിയൽസ് ആർ marsupials and placental mammals have evolved to share many similar characteristics. Okay, marsupialsum placental mammalsum ഒരേ ക്യാരക്ടറിസ്റ്റിക് ഉള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ദ്വീപാണ് അല്ലേ. അപ്പോൾ അവിടെ അങ്ങനെ സംഭവിച്ചു. അവിടെ ഒരേ എൻവയോൺമെന്റൽ കണ്ടീഷനിൽ അവർ ഒരേപോലത്തേക്ക് മാറി, എന്ന് വെച്ചാൽ കൺവേർജൻ്റ് ആയി മാറി. ദിസ് ടൈപ്പ് ഓഫ് എവല്യൂഷൻ മേ ബി റെഫേഴ്സ് ടു ആസ്, നമുക്കറിയാം അല്ലേ, ഒരു സ്ഥലത്തുള്ള എൻവയോൺമെന്റൽ കണ്ടീഷന് വേണ്ടി പല ഒറിജിനുള്ള ആളുകൾ ഒരേ പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരേ രൂപത്തിലേക്ക് കൺവേർജ് ചെയ്യുന്നതിനാണ് കൺവേർജന്റ് എവല്യൂഷൻ പറയും. അഡാപ്റ്റീവ് അല്ല, ഡൈവേർജന്റ് അല്ല, സൈക്ലിക്കൽ അല്ല. കൺവേർജന്റ് എവല്യൂഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. ദിസ് ടൈപ്പ് ഓഫ് എവല്യൂഷൻ ഇസ് റെഫേഴ്സ് ടു ആസ് കൺവേർജന്റ് എവല്യൂഷൻ. ഇറ്റ് ഒക്കേഴ്സ് വെൻ അൺറിലേറ്റഡ് സ്പീഷീസ്, ഒരു ബന്ധമൊന്നുമില്ലാത്ത മാർസുപ്പിയൽസും അതുപോലെ തന്നെ പ്ലാസന്റൽ മാമൽസും അങ്ങനെ ബന്ധമൊന്നുമില്ലെങ്കിലും അതെന്ത് ചെയ്തു, പിന്നെ ഇവോൾവ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അഡാപ്റ്റേഷൻസ് ബിക്കോസ് ദേ ഒക്കുപ്പൈ സിമിലർ എൻവയോൺമെന്റ്. ഒരേ എൻവയോൺമെന്റ്, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഒരേ എൻവയോൺമെന്റിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് അത് പിന്നെ കൺവേർജ് ചെയ്തു വന്നു അല്ലേ. യെസ്, next one. Among the human ancestors, the brain size was more than 1000 cc അല്ലേ. ഏതിലാണ് 1000-ന് മേലേക്ക് നമ്മുടെ ബ്രെയിൻ സൈസ് പോയത്? ഹോമോ നിയാൻഡർതലൻസിസ്, അതുപോലെ തന്നെ ഹോമോ ഇറക്ടസ്, രാമാപിത്തക്കസ്, ഹോമോ ഹാബിലിസ്. ഒബ്വിയസ്ലി നമുക്ക് പറയാം ഹോമോ നിയാൻഡർതലിസ് അല്ലെ. നിയാൻഡർതാൽ മനുഷ്യന്മാർക്കാണ് 1000-ന് മേലേക്ക് പിന്നെ ബ്രെയിൻ സൈസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരു ഹോമോ നിയാൻഡർതലിസ് ആണ് ഈ പറഞ്ഞ മിനിമം ഒരു 1200 വരെ എങ്കിലുള്ളത്. ഹോമോ ഇറക്ടസ് 800 വരെ ഒക്കെ ആണ് വരിക. അതേപോലെ തന്നെ ചിലതെങ്കിലും 1000-ന് മേലേക്ക് പോകുന്നുണ്ട്, പക്ഷെ കൂടുതലും ഒരു 800 to 1100 എന്നുള്ളതാണ് വരിക. ഹോമോ ഹാബിലിസ് ആണെങ്കിൽ 500 to 800 മാത്രമേ ഉള്ളൂ. രാമപിത്തക്കസ് ആണെന്നുണ്ടെങ്കിൽ അത് വെറും 300 മാത്രമേ ഉള്ളൂ. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൻസസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു CC വെച്ചിട്ടുള്ള കമ്പാരിസൺ അടക്കം എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങളിലേക്ക് വരാറുണ്ട്. അപ്പം അതുകൂടിയൊക്കെ നമ്മൾ നോക്കി വെക്കുക. ഓക്കെ, അപ്പം വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങളാണ്, ഒരുപാട് ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ചില ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റേഷ്യോസ് തരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പിന്നെ F2 പ്രോജനീസ്, F1 ക്രോസ് ചെയ്തിട്ട് വരുന്ന F2, അതിൻ്റെ റേഷ്യോ നമുക്കറിയാം 9:3:3:1 ആണ് ഫിനോട്ടിപ്പിക് റേഷ്യോ നമുക്കറിയാം. നമുക്ക് എന്ത് വരും, ഇത്ര ഫോർ എക്സാമ്പിൾ ഒരു 128 പ്ലാന്റ്സ് ഉണ്ടായി എന്ന് പറയും. ഈ 128 പ്ലാന്റ്സ് ഉണ്ടായി, അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ 3 വരുന്ന പ്ലാന്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ റേഷ്യോ നമുക്കറിയാവുന്ന പ്ലാന്റ്സിന്റെ എണ്ണം വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരും. അതിൽ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് എത്ര എണ്ണം ഉണ്ട്, ടോട്ടൽ ആ റേഷ്യോ എത്ര എണ്ണം ഉണ്ട് നോക്കുക. 9 + 3 12, 12 + 3 15, +1 പിന്നെ 16 അല്ലേ. അപ്പോൾ മൊത്തം 16 ആണ്. 16 പാർട്സ് ആക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് എത്ര പ്ലാന്റ് ആണ് വന്നത് നോക്കുക. എന്നിട്ട് 128/16 എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഒരു നമ്പർ പറഞ്ഞാണ് 128 എന്നുള്ളത്. ഇനി ഏതെങ്കിലും നമ്പർ ആ നമുക്ക് തന്ന എണ്ണം /16 നമ്മൾ ചെയ്യുക. എന്ന് വെച്ചാൽ എത്രയാണോ റേഷ്യോ ടോട്ടൽ വരുന്നത് അത് ചെയ്യുക. അപ്പോൾ ഒരു റേഷ്യോയിൽ ഇപ്പോൾ ഇതിൻ്റെ 1 പാർട്ടിൻ്റെ നമ്പർ എത്ര നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ 3 പാർട്ടുള്ളതാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ *3 ചെയ്താൽ മതി. അല്ലെങ്കിൽ 9 പാർട്ടുള്ള ഫസ്റ്റ് എല്ലാം ഡോമിനൻ്റ് ആയിട്ടുള്ളതാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ *9 ചെയ്താൽ മതി. അതുകൂടിയൊക്കെ ഈവൻ ബോർഡ് എക്സാമിലൊക്കെ വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള റേഷ്യോസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചിലപ്പോഴൊക്കെ നമ്മൾക്ക് കാണാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3:1 എന്ന് വിചാരിക്കാം. അപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസ് പെട്ടെന്ന് മനസ്സിലാവാൻ പറയാം. മോണോ ഹൈബ്രിഡ് ക്രോസ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എഴുതി തന്നെ കാണിക്കാം.
ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, അത് ക്രോസ് ചെയ്തു. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവുക? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, സ്മോൾ ആർ സ്മോൾ ആർ. ഇതിൻ്റെ റേഷ്യോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് 3 വൈറ്റ് 1 അല്ലേ? റെഡ് 3 വൈറ്റ് 1 ആണ്. അപ്പോൾ ചോദ്യം ഇതായിരിക്കും, ഇങ്ങനെ ഒരു ക്രോസ് നടന്നു, ഇങ്ങനെ ഒരു ക്രോസ് നടന്നു, എന്നിട്ട് 40 പ്ലാന്റ്സ് ഉണ്ടായി. ഈ ക്രോസ് 40 പ്ലാന്റ്സ് ഉണ്ടായി. ഇതിൽ എത്ര റെഡ് പ്ലാന്റ്സ് ഉണ്ടാകും എന്നാണ് ചോദ്യം. എത്ര റെഡ് പ്ലാന്റ്സ് ഉണ്ടാവും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, വളരെ സിമ്പിളാണ്. ഇതിന്റെ റേഷ്യോ നമുക്കറിയാം, ഇങ്ങനെ ക്രോസ് ചെയ്താൽ കിട്ടുന്നത് 3:1 ആണ് അല്ലേ? 3:1 ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ടോട്ടൽ എത്ര ഉണ്ട് നോക്കാം. 3 + 1 = 4 അല്ലേ? 4 പ്ലാന്റ്സ് ആണ് നമ്മളുടെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് കിട്ടുക. ഈ 4 എന്ത് ചെയ്യുക? 40യെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 10. എന്നുവെച്ചാൽ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 പ്ലാന്റ്സ് ആണ്. ഇപ്പം നമുക്ക് കിട്ടിയ എണ്ണം വെച്ചിട്ട് ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 10 എണ്ണമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് റെഡ് ആണ് അല്ലേ? റെഡിൽ 3 പാർട്സ് ആണ് ഉള്ളത്. അപ്പം 3 × 10 ചെയ്ത് നോക്കാം. 30 റെഡ് പ്ലാന്റ്സ് വിൽ ബി ദർ. മനസ്സിലായോ? ഇനി വൈറ്റ് പ്ലാന്റ്സ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ 1 × 10 വൈറ്റ് പ്ലാന്റ്സ് ആർ ദർ. മനസ്സിലായോ? ഇനി ഇപ്പോൾ എണ്ണം മാറ്റി എന്ന് വിചാരിക്കാം. 40 എന്നുള്ളത് പകരം 200 പ്ലാന്റ്സ് ഉണ്ടായി എന്ന് വിചാരിക്കാം. 200 പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ടോട്ടൽ ഉള്ളത് 4 ആണ്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 50 അല്ലേ? ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 50 ആണ്. ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ നമുക്ക് എത്ര റെഡ് പ്ലാന്റ്സ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? 3 × 50 = 150 റെഡ് പ്ലാന്റ്സ്. എത്ര വൈറ്റ് പ്ലാന്റ്സ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? 1 × 50 = 50 റെഡ് വൈറ്റ് പ്ലാന്റ്സ്. അപ്പോൾ 150 + 50 200 ആയി. മനസ്സിലായോ? ഞാൻ ഇത് ആ ഒരു രൂപം കൂടി പറഞ്ഞതാണ്. ആ രൂപത്തിലടക്കം ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കാം. അതുകൂടി നമ്മൾ ചെയ്യാൻ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, താങ്ക് യു.